ഇതൊന്ന് വായിച്ചു നോക്കിയിട്ടേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം. ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നന്നായി. LDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം 2021 തൊഴിൽ നയം 891 ഒന്ന് വായിക്കാമോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. ഇതിനേലും കൂടിയതിനൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ഇതൊന്ന് വായിച്ചേട്ടെ. അംഗനവാടി ജീവനക്കാർ വായിച്ചേട്ടെ. അല്ല, ഇത് ഞാൻ പ്രകടന പത്രിക പറഞ്ഞു. അല്ല ഇത് ക്ലിയർ ചെയ്യാൻ അല്ലെന്നേ പ്രകടന പത്രിക നിങ്ങൾ 2021 കണ്ടതല്ലേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് LDF ചെയ്തു തന്നെയാ പോകും. അല്ല, അങ്ങ് തന്നെ ഇതൊന്നും എടുത്ത് വായിക്കും. അല്ല പറഞ്ഞ പോരല്ലോ. വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങ് ഒരു ചോദ്യമേ നമുക്കുള്ളൂ, അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. അംഗനവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. നിങ്ങൾ ഇതാണ് വായിക്കുന്നത്. സഹകരണം CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.